ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹോം മെയ്ഡ് അൽഫാമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മിക്സി ജാറിൽ ജിഞ്ചർ ഗാർലിക് ഇവ ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ശേഷം 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ലെഗിൻ്റെ ഭാഗമാണ്. അത് നല്ലപോലെ കഴുകിയിട്ട് നല്ല എല്ലാ സൈഡിലും ഒരു വര പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മസാല പെട്ടെന്ന് പിടിക്കും. നമ്മുടെ ചിക്കനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കൂടി ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, 1 ടീസ്പൂൺ കെച്ചപ്പ്, 1/2 ചെറുനാരങ്ങയുടെ നീര്. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ക്രഷ്ഡ് ചില്ലിയും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കന് എയർ ഫ്രയറിൽ വെക്കാവുന്നതാണ്. ഫ്രൈ പാനിലും വെക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഓപ്ഷൻസാണ്. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെക്കുന്നത്. ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ എയർ ഫ്രൈ ചെയ്ത് വെക്കാം ഒരു സൈഡ്. ശേഷം നമ്മൾ മാറ്റിവെച്ച മിക്സില്ലേ അത് ഇതിൻ്റെ മേലെ കോട്ട് ചെയ്യാം. The wind hums songs at the break of day.
നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലാക്കിയിട്ട് സെർവ് ചെയ്യാം. ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.